SLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച് GHSS കുളത്തുമ്മൽ സ്കൂൾ. 167 പേരാണ് പരീക്ഷ എഴുതിയത്. അതിൽ 167 പേരും വിജയം കൈവരിച്ചു. 40 വിദ്യാർത്ഥികൾ ഫുൾ A+ഉം 9 A+ഉമായി 7 വിദ്യാർത്ഥികളുമുണ്ട്. റിസൾട്ട് വിവരം പറഞ്ഞ് വിദ്യാർത്ഥികളെല്ലാം സ്കൂളിലെത്തുകയും അധ്യാപകർക്ക് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്. നമ്മുടെ ഈ വർഷത്തെ 2025 SSLCക്ക് മിന്നുന്ന വിജയം തന്നെയാണ് ഈ വർഷവും നമുക്ക് നേടാനായിട്ട് സാധിച്ചത്. 167 കുട്ടികളാണ് ഇത്തവണ SSLC പരീക്ഷ എഴുതിയത്. അതിൽ 40 കുട്ടികൾക്ക് ഫുൾ A+ ലഭിക്കുകയുണ്ടായി. ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും അതുപോലെ തന്നെ PTA, SMC, MPTA പ്രിൻസിപ്പൽ സർ എല്ലാവർക്കും ആദ്യമേ തന്നെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ചിട്ടയായ പഠനം തന്നെയാണ് ഈ വിജയത്തിന് പിന്നിൽ. ജൂൺ മാസം മുതൽ തന്നെ ഞങ്ങൾ ഓരോ കുട്ടികളുടെയും നിലവാരം മനസ്സിലാക്കി ജൂലൈ മാസം മുതൽ ക്ലാസ്സുകൾ നൽകുകയും അവസാനം ആയപ്പോഴത്തേക്ക് ഓഗസ്റ്റ് മുതൽ 4:30 ആദ്യം 4:30 പിന്നെ 5:30 അങ്ങനെ 7:30 മണി വരെ നമ്മൾ കൃത്യമായിട്ട് ക്ലാസ് എടുക്കുകയും അത് തന്നെയാണ് ഈ വിജയത്തിന്റെ പിന്നിൽ. നമസ്കാരം, ഞാൻ ഹൃദയനാഥ് ആർവി. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം സ്കൂളായ GHSS കുളത്തുമ്മലിലാണ്. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം 3 മണി മുതൽ ടെൻഷൻ അടിച്ച് നിന്നിട്ട് അവസാനം നമ്മളുടെ റിസൾട്ട് അറിഞ്ഞൊരു ദിവസമാണ്. 2025 SSLC എക്സാമിൽ എനിക്ക് ഫുൾ A+ കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ഒരു വിജയത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു ഫുൾ A+ കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സായിരുന്നാലും എല്ലാവരും ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു നമുക്ക്. അത് കഴിഞ്ഞ് ഇപ്പോൾ സ്കൂളിനായിരുന്നാലും 100% വിജയമുണ്ട്. 40 A+, 9 A+ കിട്ടിയ 7 പേര്. ഇതെല്ലാം കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ രാജേഷ്, ഞാൻ സ്കൂളിലെ പ്രിൻസിപ്പളാണ്. ഈ വർഷം SLCക്ക് മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ മിന്നുന്ന വിജയമാണ്, വളരെ മനോഹരമായ വിജയമാണ് കിട്ടിയിരിക്കുന്നത്. സമീപ പ്രദേശങ്ങളിലെ കാട്ടാക്കട നിയോജകമണ്ഡലത്തിൽ തന്നെ മറ്റു സ്കൂളുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും മികവാർന്ന വിജയം നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചു എന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇവിടുത്തെ ഓരോ അധ്യാപകരെയും അതുപോലെ ബഹുമാനപ്പെട്ട PTA, SMC, MPTA അംഗങ്ങളെയും പ്രിൻസിപ്പൽ എന്ന നിലയിൽ അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇവിടുത്തെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇതിനോടൊപ്പം സഹകരിച്ച രക്ഷകർത്താക്കളാണ്. അവരെ പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. ഈ നൈറ്റ് ക്ലാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുട്ടികളെ ഇവിടെ എത്തിക്കുന്നതിൽ രക്ഷകർത്താക്കളും PTAയും വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം 31 ഫുൾ A+ ആയിരുന്നെങ്കിൽ ഇപ്പം 40 A+ നേടിയെടുക്കാൻ സാധിച്ചു. കേവലം 167 കുട്ടികളെ പരീക്ഷയ്ക്ക് എത്തിയിട്ടാണ് നമ്മൾ 40 A+ നേടിയെന്നുള്ളത് നമ്മുടെ വിജയത്തിൻ്റെ മാറ്റ് കൂട്ടുന്നതാണ്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ പോലും നമ്മുടെ A+-അടുത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. തുടർച്ചയായി 4-ാം വർഷവും 100% വിജയം നേടിയെന്ന് പറയുന്നതും നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെയുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാവർക്കും, ജനപ്രതിനിധികൾ എല്ലാവർക്കും, ബഹുമാനപ്പെട്ട MLAക്കും, കാരണം കഴിഞ്ഞ വർഷം ഈ റിസൾട്ടിനുമായി അവലോകനം ചെയ്യാൻ നമ്മുടെ MLA സ്കൂളിൽ എത്തുകയും ഇത് മുഴുവൻ അധ്യാപകരുടെയും മീറ്റിംഗ് വിളിച്ചുകൂട്ടി അദ്ദേഹം നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ഇതെല്ലാം ഈ വർഷത്തെ വിജയത്തിന് എൻ്റെ മാറ്റ് കൂട്ടുന്നതായി ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വിജയത്തോടൊപ്പം നിന്ന് എല്ലാവർക്കും സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ കാട്ടാക്കട പഞ്ചായത്തിൽ 17-ാം വാർഡ് പൊന്നറ വാർഡിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. എന്തായാലും തുടർച്ചയായി കുറേ കാലങ്ങളായി നമ്മൾ കാട്ടാക്കട താലൂക്ക് ആവുന്നതിന് മുമ്പ് നെയ്യാറ്റിങ്കര താലൂക്കായിരുന്ന സമയത്തും ഉന്നത വിജയം കരസ്ഥമായിക്കൊണ്ടിരുന്ന ഈ പ്രദേശത്തെ ഏക സ്കൂളാണ് നമ്മളെ കുളത്തുമ്മൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇപ്പോൾ ഈ സ്കൂളിൽ 100 മേനി വിജയം. അതിൻ്റെ അവകാശികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഇവിടെ പഠിച്ച മക്കളാണ്. അവരുടെ ശ്രദ്ധയോടുകൂടിയുള്ള പഠനം, അതേപോലെ ചിട്ടയായ അധ്യാപകരുടെ ക്ലാസ്, പിന്നെ ഈ പല ആളുകളും ഹയർ സെക്കൻഡറി വേറെ ഹൈസ്കൂൾ വേറെ എന്നൊക്കെ പറഞ്ഞതായി ഇപ്പം തന്നെ നിങ്ങൾ ബോധ്യപ്പെട്ടല്ലോ. ഇവിടെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എന്നുള്ള ഒരു വ്യത്യാസമില്ല. പ്രിൻസിപ്പളും HMഉം ഈ സ്കൂളിൻ്റെ നല്ല നിലവാരത്തിൽ ഈ സ്കൂൾ വരുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ പ്രവർത്തനം ഹയർ സെക്കൻഡറി അധ്യാപകരും അതേപോലെ ഹൈസ്കൂൾ അധ്യാപകരും എല്ലാം ഒത്തൊരുമയോടുകൂടി നിന്നുള്ള അവരുടെ പ്രവർത്തനവും PTAയുടെ ഇടപെടൽ, PTA കമ്മിറ്റി, PTA പ്രസിഡന്റ് എല്ലാം നല്ല ഇടപെടലാണ്. MPTA അതേപോലെ SMC ഇതെല്ലാം കൃത്യമായി ഇവിടെ ഈ സ്കൂളിൻ്റെ കാര്യത്തിൽ, സർക്കാർ സ്കൂളിൻ്റെ കാര്യത്തിൽ വേറെ ഒന്നിനും ഒരു കുറവ് വരുത്താതെ നോക്കുന്ന ഒരു സ്കൂളാണ്. MLA, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എല്ലാം ജില്ലാ പഞ്ചായത്തിന് കൈമാറിയ സ്കൂളാണെങ്കിൽ പോലും നമ്മളെ ത്രിതല പഞ്ചായത്തുകൾ അതേപോലെ നമ്മുടെ MLAയുടെ നല്ല ഒരു ഇടപെടൽ ഇതിൽ സംബന്ധിച്ചുണ്ട്. 167 കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ
40 ഫുൾ A+ കിട്ടിയെങ്കിൽ മറ്റ് പല സ്കൂളുകളിലും 250, 300 പിള്ളേരൊക്കെ എഴുതിയെടുത്തിലാണ് 50 A+ ഒക്കെ കിട്ടിയത്. അപ്പോൾ ഏറ്റവും ഈ കാട്ടാക്കട മണ്ഡലത്തിൽ ഏറ്റവും ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് കുളത്തുമല ഹയർ സെക്കൻഡറി സ്കൂൾ ആണ്. അത് ഈ അധ്യാപകരെയും ഇവിടുത്തെ അതിന് ഉന്നത വിജയം കരസ്ഥമാക്കിയ മക്കൾ അവരെ നല്ല മികവാണ് ഇതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ സ്കൂള് വരുന്ന ആളുകളിലും ഇതിൽ നിന്ന് കൂടുതൽ, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞു. ഇനി വരുന്ന ആളുകളിലും ഇതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് സർക്കാർ സ്കൂൾ കൊണ്ടെത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള കൂട്ടായ പ്രവർത്തനം PTA-യും അധ്യാപകരെല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്നുണ്ട്. അത് ഇനിയും ഈ പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും ഇക്കാര്യത്തിലുണ്ടാകും.